നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഗ്യാരണ്ടി തള്ളു കാരണം കേരളത്തിലെ BJP-ക്കാരെ നാട്ടുകാർ ഇപ്പോൾ പുറകെ നിന്ന് വിളിക്കുന്നത് ശൂന്യ എന്നാണ്. കേരളത്തിൽ BJP നയിക്കുന്ന NDA മുന്നണി 2 അക്ക സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് ഇതല്ലാതെ ചേരുന്ന മറ്റൊരു വാക്കുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴെല്ലാം കേരളത്തിൽ NDA വട്ടപൂജ്യമാണ്. 2 അക്ക സീറ്റ് ഇത്തവണ നേടുമെന്ന് മോദി പറഞ്ഞത് മറ്റൊന്നും കണ്ടിട്ടല്ല, 2-0 കിട്ടും എന്ന അർത്ഥത്തിലാകുമെന്നാണ് കളിയാക്കലുകൾ. കാരണം നുണക്കോട്ടകൾ കെട്ടിയുയർത്തി UPA സർക്കാരിൻ്റെ തുടങ്ങി വെക്കലുകൾ തീയതി വെട്ടിത്തിരുത്തി തങ്ങളുടേതാക്കിയ മോദി സർക്കാരിൻ്റെ 1ാം ഭരണം, പിന്നാലെ 2ാം ഭരണം. 1ാം ഭരണത്തിൽ അങ്കലാപ്പുണ്ടായിരുന്നെങ്കിൽ 2ാം ഭരണത്തിൽ കക്കൽ പരിചയമുള്ള പ്രവൃത്തിയായി. ഈ കേരളത്തിൽ ലോക്സഭാ സീറ്റിൽ വിജയത്തിന് അടുത്ത തൻ പോലും ഇതുവരെ BJP-ക്ക് കഴിഞ്ഞിട്ടേയില്ല. 2019 ശേഷം വോട്ട് വിഹിതത്തിലും ജനപിന്തുണയിലും പിന്നോട്ട് പോയി. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 2016 മുമ്പുള്ള നിലയിലേക്ക് ഇടിഞ്ഞു. BJP സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയ 115 നിയമസഭാ മണ്ഡലങ്ങളിലായി 11.3% വോട്ടാണ് 2021 നേടാനായത്. 16 ഇത് 10.53%. 0.77% വർധനവ് മാത്രം. മാധ്യമങ്ങൾ പ്രവചിച്ചത് 5 മുതൽ 6% വരെ വോട്ട് അപ്പോൾ കൂടുമെന്നായിരുന്നു. എന്നാൽ NDA-യുടെ മൊത്തത്തിലുള്ള വോട്ട് വിഹിതവും 1.95% കുറഞ്ഞു. പിന്നീട് വന്ന തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് കെട്ടിവെച്ച കാശും പോയി. 2019 25% കൂടുതൽ വോട്ട് നേടാനായ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ മണ്ഡലങ്ങളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലം തൊട്ടതുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാറും ഇനി ഡൽഹിയിൽ എന്താണ് കാട്ടുന്നത്? രാജ്യത്തിനകത്തും പുറത്തും നടത്തുന്ന പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും സത്യത്തിന്റെ ഒരു കണികയുണ്ടോ എന്ന് കണ്ടെത്താൻ വലിയ പരീക്ഷണങ്ങൾ വേണ്ടിവരും. കഴിഞ്ഞ 10 വർഷമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ നൽകി വരുന്ന വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരത്തിന് ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നീട്ടു നൽകുന്ന നുണകളുടെ ഗ്യാരണ്ടി എന്ന വാക്കുമാറ്റവുമുണ്ട്. കാരണം അതുണ്ടാകുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നല്ല, ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ സർക്കാരിൽ നിന്നുമാണ്. രാജ്യത്ത് 5 എയിംസുകൾ, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പരസ്യം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് 5 എയിംസുകൾ ഒരുമിച്ച് തുറക്കുന്നതെന്ന് വിളംബരം ചെയ്ത പരസ്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 11,700 കോടി രൂപയുടെ ആരോഗ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നടത്തി. സ്വന്തം രാജ്യത്തെ ജനതയെ നോക്കിക്കൊണ്ട് മറ്റേതെങ്കിലും നാട്ടിലെ ഭരണാധികാരി യാതൊരു എളുപ്പമില്ലാതെ ഇങ്ങനെ കള്ളം പറയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മാത്രം അതെല്ലാം നടക്കും. മംഗലഗിരി, രാജ്കോട്ട്, ഭട്ടിണ്ട, റായ്ബറേലി, കല്യാണി എന്നിവിടങ്ങളിലെ എയിംസുകളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളൊന്നും പുതുതായി പ്രവർത്തനം ആരംഭിച്ചതല്ല. അതാണ് വസ്തുത. നേരത്തെ തന്നെ ഭാഗികമായ പൂർണ്ണമായ പ്രവർത്തനം തുടങ്ങിയവയാണ്. ആന്ധ്രയിലെ മംഗലഗിരി എയിംസ് 2018 മുതൽ പ്രവർത്തന സജ്ജമാണ്. വിജയവാഡയിൽ താൽക്കാലിക ക്യാമ്പസിലായിരുന്ന പ്രവർത്തനം 2019 സ്ഥിരം ക്യാമ്പസിലേക്ക് മാറ്റുകയായിരുന്നു. 50 വിദ്യാർത്ഥികൾ വീതമുള്ള 2 MBBS ബാച്ചുകൾ ഇവിടുന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിക്കഴിഞ്ഞു. ബംഗാളിലെ കല്യാണി എയിംസിൽ ആദ്യ അക്കാദമിക് സെഷൻ ആരംഭിക്കുന്നത് 2019 സെപ്റ്റംബറിൽ. 2015 ഒക്ടോബർ 7-നാണ് കേന്ദ്ര മന്ത്രിസഭ ഈ സ്ഥാപനത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. രാജ്കോട്ട് എയിംസിലാകട്ടെ 2020 മുതൽ അധ്യയനം നടക്കുന്നു. റായ്ബറേലി എയിംസിൽ ആദ്യത്തെ OP വിഭാഗം ആരംഭിക്കുന്നത് 2018-ലാണ്. 2019 ആദ്യ MBBS അധ്യയന വർഷവും തുടങ്ങി. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലുള്ള എയിംസ് 2009 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ 2ാം ഘട്ടമായി അംഗീകരിച്ചതാണ് UPA സർക്കാർ. 2013 മുതൽ ഇത് സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കുകയാണ്. ഭട്ടിണ്ടയിൽ 2016 നവംബറിലാണ് കല്ലിട്ടതും 19 പ്രവർത്തനക്ഷമമായി എന്ന് സർക്കാർ അവകാശപ്പെട്ട 6 എയിംസുകളിൽ ഒന്നാണിത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഉദ്ഘാടന പ്രഖ്യാപന മാമാങ്കങ്ങളിൽ മുഴുകിയ മോദി ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇക്കഴിഞ്ഞ 20-നാണ് ജമ്മു കശ്മീരിൽ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കം മോദി ഉദ്ഘാടനം ചെയ്തത്. ഖാരിക്കും സംഭറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കത്തിന്റെ നിർമ്മാണം ഇപ്പോഴത്തേതല്ല, പഴയ UPA സർക്കാരിന്റെ കാലത്ത് 2010-ൽ ആരംഭിച്ചതാണ്. ഒരു ദിവസം മുമ്പാണ് UPയിൽ 10 ലക്ഷം കോടിയിലധികം മൂല്യമുള്ള 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതെങ്ങനെ സാധിക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മാത്രം അറിയാം. ഒരു ഭരണകൂടം തന്നെ ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന രാജ്യം മറ്റൊരിടത്തും കാണില്ല. ഇന്ത്യ മാത്രമേ ഉണ്ടാകൂ. 2ാം ഊഴത്തിൽ ഇതൊക്കെയാണെങ്കിൽ മോദിക്കൊരു 3ാം ഊഴം നൽകുക എന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് രാജ്യം ഉറക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു.